ഹലോ ഗൈസ്, മല്ലൂട്ടൊക്കെയാണ്. ഇതൊരു ട്രോൾ പേജിൽ വന്നതാണ് കേട്ടോ. അതായത് 70 കോടി ബഡ്ജറ്റിലാണ് മോഹൻലാലിന്റെ പാൻ ഇന്ത്യൻ ചിത്രം വൃഷഭ റിലീസായത്. ഓക്കെ, പക്ഷെ ആദ്യത്തിന് ആകെ 70 ലക്ഷം രൂപ മാത്രമേ സിനിമയ്ക്ക് നേടാൻ പറ്റിയിട്ടുള്ളൂ. ട്രെയിലറിൽ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഫൈറ്റ് സീൻസ് ആണെങ്കിലും എന്താ പറയാ, ഒരു പണ്ടത്തെ എന്താ പറയാ സീൻസ് ഒക്കെ ആണെങ്കിലും അതൊക്കെ കാണിച്ചപ്പോൾ ഭയങ്കരമായിട്ട് പ്രോമിസിങ് ആയിട്ട് തോന്നിയൊരു ഫിലിമായിരുന്നു എനിക്ക് വൃഷഭ. ഓക്കെ, ഞാൻ ട്രെയിലർ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ആ ഫിലിം കാണാൻ പോവാമെന്ന് വിചാരിച്ചത്. ഞാൻ ആ ഫിലിം കണ്ടു. പക്ഷേ എന്താ പറയുക, ആ ഒരു ട്രെയിലറിൽ കൊടുത്ത ഒരു പ്രോമിസിങ് എലമെന്റ്സും കാര്യങ്ങളൊന്നും ഫിലിമിലില്ല. മീൻസ് അത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഒരു എന്താ പറയുക, ഒരു കോരിത്തരിക്കുക അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് ആ ഒരു ഇംപ്രഷൻ ഫിലിമൊന്നും കിട്ടിയിട്ടില്ല. കഥ എത്രേ ഉള്ളൂ. മോഹൻലാൽ ഒരു ബിസിനസ് മാഗ്നറ്റ് ആണ്. ഒരു മകനുണ്ട്. അതായത് എന്താ പറയാ, അച്ഛനും വേണ്ടി ആരെ കൊല്ലാനും എന്ത് ചെയ്യാനും വേണ്ടി നടക്കുന്ന ഒരു മകൻ. അത് ആണ് ഫിലിമിന്റെ കഥ. അതിൻ്റെ അപ്പുറത്തോട്ട് പ്രത്യേകിച്ച് വേറൊരു കഥയൊന്നും സിനിമയ്ക്കില്ല. ഓക്കെ, പിന്നെ അതിൻ്റെ ഓരോരു പൂർവ്വകാലത്തിൽ കാണിക്കുന്നതിലുണ്ട് എന്താ പറയാ, ഒരു ശാപം കിട്ടുന്നുണ്ട്. മോഹൻലാൽ ഒരു രാജാവായിരുന്നു. രാജാവായ സമയത്ത് ഒരു യുദ്ധത്തിന് പോയിട്ട് യുദ്ധത്തില് ഓപ്പോസിറ്റ് സൈഡിൽ ഒരാളെ കൊല്ലാൻ വേണ്ടി പോകുന്ന സമയത്ത് അമ്പ് ചെയ്യുന്ന സമയത്ത് ആ ഒരു അമ്പ് ഒന്ന് എന്താ പറയാ ചെല്ലുന്നത് ഒരു കുട്ടീന്റെ കഴുത്തേക്കാണ്, കുട്ടീന്റെ മേത്തേക്കാണ്. ആ കുട്ടി അങ്ങനെ കൊല്ലപ്പെടുന്നുണ്ട് അവിടെ. ഓക്കെ, അപ്പൊ ആ കുട്ടീന്റെ അമ്മ ഒരു ശാപം കൊടുക്കുന്നുണ്ട്. എൻ്റെ മകനും എൻ്റെ മകന്റെ കാരണത്തിന് ഉത്തരവാദിയാവും, എൻ്റെ കയ്യിൽ കിടന്നിട്ട് മകൻ മരിക്കുന്നുണ്ടൊരു ശാപം കൊടുക്കുന്നുണ്ട്. അപ്പം ഈ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് അത് പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം എന്താ പറയാ ഓർമ്മയിൽ വരികയാണ്. സ്വപ്നം കണ്ട് പേടിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ആ ഒരു പേടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്ര വലിയൊരു എന്താ പറയാ നല്ലൊരു ഇതായിട്ട് തോന്നുന്നില്ല. എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് പറയാനുള്ളതാണ്, ഓവറോൾ ഫിലിം ഒരു എന്താ പറയാ അത്ര വലിയൊരു അഭിപ്രായമല്ല. ഇപ്പം തെലുങ്കിലാണ് ഇറങ്ങിയത്, തെലുങ്ക് ലാംഗ്വേജ് ഫിലിമാണ് ഇറങ്ങിയത്. പക്ഷെ അത്ര വലിയൊരു പ്രോമിസിങ് ഫിലിം അല്ല. എനിക്ക് അത്ര വലിയൊരു നല്ലൊരു സിനിമയായിട്ട് തോന്നിയിട്ടില്ല. ഇത് എൻ്റെ അഭിപ്രായമാണ്. ഫാമിലി ആയിട്ട് നിങ്ങൾ കാണാൻ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സർവമയ എന്ന് പറഞ്ഞ ഫിലിമിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫിലിമിന് കയറാം. ഓക്കെ, വൃഷഭയ്ക്ക് കയറണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എനിക്ക് പൈസ ചിലപ്പോൾ പോയിന്ന് വരും. ഓക്കെ, സോ എല്ലാവരും ഫിലിം പോയി കാണാം. ചാനൽ ഇഷ്ടത്തോടെ സബ്സ്ക്രൈബ് ചെയ്യാം. പുതിയ വീഡിയോ ആയിട്ട് വളർത്താം.